കഴിഞ്ഞ ദിവസമായിരുന്നു കുറെ കുട്ടിക്കൂട്ടങ്ങൾ ചേർന്ന് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പാവം പിടിച്ചൊരു പയ്യനെ തല്ലിക്കൊന്നത്. നമ്മൾ കണ്ട കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം അതേ ഷഹബാസിനെ കൊന്ന വ്യക്തികളെ പരീക്ഷ എഴുതാൻ വേണ്ടി കാവൽ നിൽക്കുന്ന പോലീസ് ഓഫീസർമാരെയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്രയേറെ പ്രതിഷേധങ്ങളായിരുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതിഷേധമാണ്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളാകാം, ലഹരി മരുന്നിന്റെ അധികമായിട്ടുള്ള ഉപയോഗങ്ങളാകാം. പല കാരണങ്ങളാൽ ഇന്നത്തെ തലമുറ പല രീതിയിലേക്ക് പോകുന്നു. അവരുടെ ചിന്താഗതികൾ മാറുന്നു. ആരുമായിട്ടും അറ്റാച്ച്മെന്റ് ഇല്ല. സ്വന്തം സുഹൃത്തിനെ പോലെ കാണുന്നവരെ തല്ലിക്കൊല്ലുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും ഉപദ്രവിക്കുന്ന കാഴ്ചകൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അത്തരത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആയി പോകുന്നത്? അതിന് പല തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ മാത്രമല്ല ഈ ഒരു സഹപാഠികൾക്ക് തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നത്, അതിന്റെ തീവ്രത കൂടി എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് മുതലേക്ക് ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ആ കുട്ടി മരിക്കേണ്ട രീതിയിലേക്ക് അത്തരത്തിലുള്ള ആക്രമണത്തിന്റെ തീവ്രത കൂടിയത് ഈ ഒരു അടുത്ത കാലത്ത് തന്നെയെന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. കാരണം കുറേയധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര തീവ്രമായി അവർക്ക് എങ്ങനെ അവർ ഉപദ്രവിക്കാൻ തോന്നുന്നുണ്ട് എന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിയ രീതിയിൽ, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയതിന് ഇത്രയധികം പ്രതിഷേധം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സർക്കാരിന്റെ ഒരു പോരായ്മ, അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചതല്ല. അവരിപ്പോ ഒരു കൊലപാതക കുറ്റത്തിൽ ഏർപ്പെട്ടു എങ്കിൽ കൂടി ഇവരെ 15 വയസ്സ് മാത്രം ഉള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടേതായ കുറേയധികം അവകാശങ്ങൾ നമ്മുടെ നിയമപീഠം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ അവകാശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവരെ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിർത്തിക്കൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് യാതൊരുവിധ ആനുകൂല്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിനെ കുറച്ച് കാണുകയല്ല, അവർക്ക് അവരുടേതായ കുറേയധികം അവകാശങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഷഹബാസിനും ഇതേപോലെ ഒരുപാട് അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇതേപോലെ ഷഹബാസും അവിടെ പരീക്ഷ എഴുതേണ്ട കുട്ടി തന്നെയായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അവർക്ക് അവകാശങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി ഒരു നിയമവ്യവസ്ഥയൊക്കെ മാറ്റേണ്ടതായില്ല. നമുക്കറിയാം, നമ്മുടെ നിയമവ്യവസ്ഥയില് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പരിഗണനകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം പ്രതിക്കാണെങ്കിലും ഇരയ്ക്കാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സംരക്ഷണങ്ങൾ ഒരുക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. കാരണം രണ്ടുപേരുടെയും വശം കേട്ടിട്ട് മാത്രമേ കോടതി ഏതൊരു വിഷയത്തിനാണെങ്കിലും തീർപ്പ് കൽപ്പിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് അവരുടേതായിട്ടുള്ള പരിഗണനകളുണ്ട്. അത് കാരണം അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള, അതായത് ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം എല്ലാം നമ്മുടെ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇവർക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം, 17 വയസ്സുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമായി നേടണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതെ, പക്ഷെ അതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഇത്രത്തോളം രോക്ഷാകുലരാകുന്നത്, അല്ലെങ്കിൽ വികാരധീരരാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷഹബാസിനും എല്ലാവിധ പരിഗണനകളും ഉണ്ടായിരുന്നു. അവനും പരീക്ഷ എഴുതേണ്ടതായിരുന്നു. അവനും അവിടെ പോയി ഈ കുട്ടികളുടെ കൂടെ പോയി പരീക്ഷ എഴുതേണ്ട ഒരാളായിരുന്നു. ചിലപ്പോൾ അതൊരു കൂട്ടം കുട്ടികൾ ചേർന്നുള്ള സംഘർഷത്തിനിടയിൽപ്പെട്ട് ആ ഒരു ഷഹബാസ് മരിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാത്രം മരിക്കുകയല്ലോ, ഇത് കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ കൊല്ലുകയായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ കുട്ടികളുടെ തന്നെ ചർച്ച, അല്ലെങ്കിൽ ഇവനെ ഇത്രത്തോളം ആക്രമിച്ചതിന് ശേഷം ഇവരുടെ തന്നെ ചർച്ച പുറം ലോകത്തേക്ക് എത്തിയപ്പോഴാണ് ഇത്രത്തോളം ഒരു കുറ്റകൃത്യം നിറഞ്ഞ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര അവർ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. കൂട്ടാഴിയിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കുമെതിരെ കേസ് വരത്തില്ല, കേസ് തള്ളിപ്പോകും. അങ്ങനെ എല്ലാ നിയമവശങ്ങളും പഠിച്ചുകൊണ്ട് ഇവർ കൃത്യമായിട്ട് പ്ലാനിങ്ങോടെ ചെയ്ത കൊലപാതകമായിരുന്നു. അല്ലെങ്കിൽ കൂടി ഒരാൾ അത്രയും തീവ്രമായ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ, വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, തലയോട്ടി പിളർന്ന് കിടക്കുകയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവേണ്ട കുറെ വികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു മാനുഷികപരമായിട്ടുള്ള സങ്കടവും വിഷമവും ഇതൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ ഇടിച്ചിട്ട് അവന്റെ കണ്ണുപോയി, അവൻ മരിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെയാണ്, ആ ഒരു രീതിയിൽ ഒരു സങ്കടവും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അത്രയും കുട്ടികൾ കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയധികം പ്രതിഷേധങ്ങൾ ഈ കുട്ടികൾക്കെതിരെ ഉണ്ടായത്. അല്ലെങ്കിൽ കുട്ടികളുടെ എന്ന് പറയുന്ന പരിഗണന പലപ്പോഴും പല കേസുകളിലും നമ്മൾ കൊടുക്കുന്നതായിട്ട് തീർച്ചയായും അതിന്റെ ജനരോക്ഷമായിരുന്നു ആ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ. ടീച്ചർ തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ പറയുന്നത് പഴയ കാലത്തിലേക്ക് പോകണം, വടിയെടുക്കണം എന്നൊക്കെയാണ്. പക്ഷെ പഴയ കാലത്തിലേക്കല്ല, നമ്മൾ പുതിയ കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ പുതിയ കാലത്തുള്ള കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാനും അവർ നമ്മുടെ സമൂഹത്തിന് കൃത്യമായിട്ട് അവരെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ വരണം. നമ്മൾ ഇപ്പോഴും പഴയ കാലത്തിലേക്ക് പോവുകയല്ല വേണ്ടത്, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. പക്ഷേ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ സമൂഹം ഇപ്പോഴും പഴയ കാലത്തും കുട്ടികൾ പുതിയ തലമുറ പുതിയൊരു ലോകത്തിലേക്കും കടക്കുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതായിരുന്നു, ഡാർക്ക് വെബിലൂടെയൊക്കെയാണ് ഇപ്പൊ MDMA പോലുള്ള മയക്കുമരുന്നുകൾ വരുന്നത്. അപ്പൊ അതിനുള്ള സംവിധാനമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ഇപ്പോഴും പഴയ കാലത്തിലേക്ക് പിടിച്ചു നിൽക്കുന്നത്.
ഇന്നൊരു ഏതൊരാൾക്കും, അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്ന, ഇന്റർനെറ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ഇതുകൂട്ടുള്ള ഡ്രഗ്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഡാർക്ക് വെബ് പോലുള്ള പല സൈറ്റുകൾ വഴി നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ടെലഗ്രാമിൽ കൂടി നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി, ഇതെല്ലാ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഇതുകൂട്ടുള്ള ഡ്രഗ്സ് എല്ലാം വിൽപ്പന നടത്തുന്നുണ്ട്. പലരും പറയുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടികൾക്കൊന്നും നിയമത്തെ പറ്റി കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാട്ട് നിയമം അറിയാന്നുള്ളതാണ് പ്രത്യേകത. അതെ, പഴയ കാലത്തെക്കാട്ടും അപ്ഡേറ്റഡ് ആണ് ഇപ്പോഴത്തെ പിള്ളേര്. അവർക്ക് കൃത്യമായിട്ട് ഓരോ നിയമവ്യവസ്ഥയെ അറിയാം. ഇപ്പൊ ഡ്രഗ്സ് തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്ര അളവിൽ കുറവാണെങ്കിൽ മാത്രം അവരെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിയമമൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അവർ കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം ഡ്രഗ്സ് മാത്രമേ അവർ കയ്യിൽ വെച്ചേക്കത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും അവർ വെക്കത്തില്ല. അതുകൊണ്ടല്ലേ അവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും ഇറങ്ങിയിട്ട് ഈ പണി തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഈ രീതിയിലേക്കൊക്കെ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ലഹരിയുടെ പിടിമുറുക്കുക എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് വിഷമത്തോടെ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇന്ന് തന്നെ ഒരു വാർത്ത വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ 9ാം ക്ലാസ്സുകാരൻ തന്റെ സഹോദരിയെ പീഡിപ്പിക്കുകയാണ്. അതിന്റെ പിന്നിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം അവൻ ലഹരിക്ക് അഡിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ലഹരി മരുന്നിന്റെ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ലഹരിയുടെ തീവ്രമായ അവസ്ഥയിലാണ് തന്റെ സഹോദരിയാണെന്ന് പോലും നോക്കാത്ത ലൈംഗികമായി അതിക്രമിക്കുന്നത് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോ ഏത് കുട്ടികൾ, അല്ലെങ്കിൽ ഈ ലഹരിയുടെ ഒക്കെ ദൂഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആരാണ് അപ്പുറത്തുള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ലഹരി മരുന്നുകൾ അവരെ മാറ്റിക്കളയും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അറ്റാച്ച്മെന്റുകൾ ഇല്ലാതാകും. നമ്മൾ തന്നെ കണ്ടതായിരുന്നു കഴിഞ്ഞ ഈ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാന്റെ കാര്യത്തില്. അഫാൻ അത്രയും പേരെ കൊന്നിട്ട് പോലും അവനൊരു കുലുക്കമില്ല. ആ കുലുക്കം വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവൻ ആരുമായിട്ടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും സമൂഹമാണെങ്കിലും ആരോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. പ്രതിഷേധങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത്രത്തോളം ക്രൂരമായ ഒരാളെ കൊന്നതിന് ശേഷവും നമ്മൾ അവരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ കുറ്റവാളികൾക്കായിട്ടുള്ള കുറെ അവകാശങ്ങൾ നമ്മൾ അത് വീണ്ടും പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഇത്തരം കരുതലുകളൊക്കെ കൊടുത്ത് ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ. കുറച്ച് വർഷം, ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഒരു 2-3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മറക്കും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ആരും ഈ സമൂഹം എന്നൊക്കെ പറയുന്നത് എല്ലാ ദിവസവും അഫാനെ അല്ലെങ്കിൽ ഈ ഷഹബാസിനെ ഇവരെ ആരും ആലോചിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് അടുത്ത ദിവസം ഇത്രയും ദിവസം നമ്മൾ അഫാനെയാണ് ആലോചിച്ചെങ്കിൽ ഇന്നിപ്പോ നമ്മൾ ഷഹബാസിന്റെ പേരിലാണ് സംസാരിക്കുന്നത്. ഇതേപോലെയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഒരു ന്യൂസ് വരും, അല്ലെങ്കിൽ വീണ്ടും ഒരാളെ പറ്റി സംസാരിക്കും. ചെന്താമരയെ പറ്റി ഇപ്പോൾ ഇപ്പൊ ആരും സംസാരിക്കുന്നില്ല, അദ്ദേഹത്തിനെയൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ്. അപ്പൊ അടുത്തൊരു കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അതിന് പുറകെ പോകും. അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇനി അടുത്ത ഒരാൾ കുറ്റകൃത്യം ചെയ്യാൻ പോവുകയാണെങ്കിലും തന്നെ അറിയാം ഞാനിപ്പോ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അതിനുശേഷം നമുക്ക് കുറച്ച് വർഷം ചെയ്തതിനു ശേഷം തിരിച്ച് പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ വീണ്ടും എത്ര വേണമെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ കുട്ടികൾക്ക് കുറെ കൂടെ കോൺഫിഡൻസ് ആവും. ഞാൻ കുട്ടിയല്ലേ, അപ്പൊ ഞാൻ 17 വയസ്സല്ലേ, മൈനർ അല്ലേ, അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇപ്പോ ഈ കുട്ടികൾക്ക് തന്നെ, അല്ലെങ്കിൽ ഇത്തരം അവകാശം പരീക്ഷ എഴുതാൻ കൊണ്ടുപോകുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയാന്നുള്ള പരിഗണന കൊടുക്കാതെ ചെയ്യുന്ന കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള ശിക്ഷ ഇവർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ കൂടുതൽ കുട്ടികൾ വീണ്ടും ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുകയുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മുടെ നീതിപീഠത്തെ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ നിർഭയ കേസൊക്കെ വന്നപ്പം ഒരു ചെറിയ പയ്യനായിരുന്നു ഏറ്റവും ക്രൂരമായിട്ട് പീഡിപ്പിച്ചത്. ആ പയ്യന് കൊടുത്ത ശിക്ഷയെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ കുട്ടികളാണ് എന്നുള്ള മാനദണ്ഡം ചിലപ്പോൾ കോടതി അവിടെ കൊടുത്തേക്കില്ല. കാരണം അവർ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോടെയാണ് നടത്തിയത്. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ബ്രൂട്ടൽ റേപ്സിന് മാത്രമേ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാണുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ ആ ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ അത്രയും ക്രൂരമായിട്ട് അതിനെ റേപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ കോടതി അത്ര ഒരു വിധി വന്നത്. പക്ഷെ ബാക്കി കേസുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ്. റേപ്പ് കേസ് അല്ലാണ്ട് കൊലപാതകങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പോൾ 5 പേരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇളവുകളൊക്കെ കോടതി ഭാഗത്തുനിന്ന് കിട്ടും. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വക്കീലിനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ പല രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് എന്ന് തന്നെയാണുള്ള ഇത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു കേസിൽ ഇത്രത്തോളം പ്രതികരിക്കുന്നത്. ഈ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കുക. അല്ലെങ്കിൽ ഇവർ പരീക്ഷ എഴുതുന്നതിനോടോ അല്ലെങ്കിൽ ഇവർ ജയിക്കുന്നതിനോടോ അത് പ്രശ്നമല്ല. പക്ഷെ കൃത്യമായിട്ടുള്ള ഇവർക്ക് നിയമ നടപടികൾ കിട്ടില്ല, അല്ലെങ്കിൽ ശിക്ഷ കിട്ടില്ല എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉണ്ട്. ഈ കുട്ടികൾക്കും ആ ഉറപ്പുണ്ട്, അതേപോലെ തന്നെ സമൂഹത്തിനും ഉണ്ട്.